നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മളിന്ന് നമ്മുടെ പുതിയ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാനാണ്. കറക്റ്റാ ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ പോകും. സർവീസ് ചെയ്യുന്ന വലിയ കാര്യമൊന്നുമല്ല. ഖത്തറിലെ അൽക്കോറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അൽക്കോറിൽ ഇവിടെ അടുത്ത് തന്നെ ഒരു സർവീസ് സ്റ്റേഷനുണ്ട്. നമ്മളവിടെ ഇന്ന് കൊണ്ടുപോയി നമ്മുടെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യും. ഇത് പുതുതായിട്ട് എടുത്തൊരു വണ്ടിയാണ്. 2025 മോഡൽ ക്രെറ്റയുടെ ഏറ്റവും ടോപ്പ് എൻഡ് വേർഷനാണിത്. ഇത് ഞാൻ സെക്കൻഡ് വാങ്ങിയതാണ്. കുഴപ്പമില്ല, വണ്ടി കംഫർട്ടബിളാണ്. നമ്മൾ ഈ റൗണ്ട് അബൌട്ടിലേക്ക് എത്തി. റൗണ്ട് അബൌട്ടിലേക്കാണ് പോകേണ്ടത്. കോർണിഷ് റോഡിലൂടെ പോയിട്ട് അതിനടുത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സർവീസ് സെൻറ്ററാണ്. അവിടെ പോയി നമ്മൾ ഇന്ന് വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുന്നു. ജാക്ക് സർവീസ് ചെയ്യുന്നില്ല, വെറും വാട്ടർ സർവീസ് മാത്രം. ആൻഡ് ഫാമിലീസിന് വേണ്ടി മാത്രമുള്ള പാർക്കാണ്. ഇവിടെ വേറെയും പല പാർക്കുകളുണ്ട്. 4-5 പാർക്കുകളുണ്ട് ഇവിടെ, ചെറുതും വലുതുമായിട്ട്. നമുക്ക് നേരെ പോവാം. ഇപ്പോൾ സമയം വൈകുന്നേരം 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി ശാന്തമായ സ്ഥലമാണ്. ഇവിടെ അത്ര ഒരു ട്രാഫിക് ഒന്നും ഒരിക്കലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ദോഹയിൽ നല്ല തിരക്കുണ്ട്. ഇവിടെ പക്ഷെ അത്ര തിരക്കില്ല. എനിക്കതുകൊണ്ട് ദോഹയേക്കാൾ ഇഷ്ടം ഈ അൽക്കോറാണ്. ഇവിടെ ഒരു ശാന്തതയുണ്ട്. ഒരിക്കലും ഇവിടെ ഒരു ക്രൗഡിൽ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ജാമിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അധികം ജനങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് റോഡൊക്കെ എപ്പോഴും ഫ്രീ ആയിരിക്കും. ഇപ്പോൾ നല്ല കാലാവസ്ഥയും കൂടെയാണ്. ഇപ്പോൾ തണുപ്പൊക്കെ മാറി വരുന്നുണ്ട്. ചൂടൊക്കെ മാറി വരുന്നുണ്ട്. തണുപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഏകദേശം 22-23 ഡിഗ്രിയാണ് താപനില. കൊള്ളാം, നല്ല താപനിലയാണ്. തൊട്ട് പുറകിൽ ഒരു സർവീസ് സെൻ്റർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പതിവായിട്ട് കൊടുക്കുന്ന സർവീസ് സെൻ്ററിൽ തന്നെ വണ്ടി കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് തന്നെ നമ്മൾ പോകുന്നത്. സിറ്റി സെൻറ്ററിലുള്ള വലിയ പള്ളിയാണിത്.
അൽക്കോർ മെയിൻ റോഡിലോട്ട് എത്തും. നമ്മൾ റൈറ്റ് എടുത്ത് ഈ വഴിയിൽ ചെന്നാൽ അൽക്കോർ കോർണിഷിലേക്കാണ് ചെല്ലുന്നത്. കോർണിഷ് റോഡിലേക്കാണ് ചെല്ലുന്നത്. നമ്മളവിടെ വരെ പോകുന്നില്ല. ഇതിന് തൊട്ട് മുന്നേ ഉള്ള ലെഫ്റ്റ് എടുക്കുന്നു നമ്മൾ. സർവീസ് സെൻ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ സർവീസ് സെൻ്ററിൽ എത്തിയിട്ടുണ്ട്. മറ്റ് വണ്ടികളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടി സ്ട്രൈറ്റ് ആയിട്ട് സർവീസ് സെൻ്ററിലോട്ട് തന്നെ കെട്ടിയിടാം. ഓക്കെ, നമ്മൾ സർവീസ് സെൻ്ററിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി സർവീസ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വാഷൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് വണ്ടി തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അൽക്കോറിൽ തന്നെ അൽക്കോർ കോർണിഷിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത്. കോർണിഷ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. അതിനപ്പുറത്ത് കടലാണ് കാണുന്നത്. ഇവിടെ നല്ലൊരു ഏരിയ ആണ്, വളരെ ശാന്തമായ ഒരു ഏരിയ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. തൊട്ടടുത്ത് മനോഹരമായ ഒരു പള്ളിയുണ്ട്. പള്ളിയിൽ നിന്ന് കോർണിഷിലേക്കുള്ള കാഴ്ച വളരെ ഭംഗിയാണ്. വളരെ ശാന്തമായി ഇവിടെ വന്നിരിക്കാൻ തോന്നുന്ന ഒരു സ്ഥലമാണ്. പള്ളിയുടെ അടുത്തുകൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനായിട്ട് ഒരു സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് നീണ്ടുപോകുന്നത് കോർണിഷിലേക്കാണ്. കോർണിഷിൽ നിന്നുള്ള കാഴ്ച വളരെ ഭംഗിയുള്ള കാഴ്ച. ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിലൊരു ശാന്തിയും സമാധാനവും ഉണ്ട്. വളരെ ഭംഗിയാണ് ഇവിടെ. ഈ ഭാഗത്ത് ചെറിയൊരു ലോൺ, കുറച്ച് ഇരിപ്പിടങ്ങൾ, അതുപോലെ നല്ല ഇലകളുള്ള ചില വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. ചെറുതെങ്കിലും വളരെ മനോഹരമായ ഒരു പള്ളിയാണ് ഇവിടെ. സമയം ഒരുപാടായി, നമുക്കിനി തിരിച്ചു പോയേക്കാം വീട്ടിലേക്ക്. ഇവിടുന്ന് വലിയ ദൂരമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ ഇരുട്ട് വീണിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ട് ഒരുപാട് സമയം കളയുന്നില്ല. നമ്മളിവിടുന്ന് തിരിച്ചു പോവുകയാണ്. പോകുന്നതിന് മുമ്പൊരു അവിടെ അടുത്തൊരു നല്ലൊരു കോഫി കടയുണ്ട്. അവിടെ നിന്നൊരു കാപ്പി കുടിച്ചിട്ട് പോകാമെന്നാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് കാപ്പി കുടിക്കാൻ പോവാം.
പള്ളിക്ക് വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ. സന്ധ്യാസമയത്ത് ഇവിടെ വന്നിരുന്നിട്ട് വെറുതെ കുറേ സമയം കാറ്റുകൊണ്ടിരിക്കുക. ഇപ്പം നല്ല അന്തരീക്ഷമൊക്കെ ആയതുകൊണ്ട് നല്ല ഒരു ശാന്തതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അത്ര ക്രൗഡില്ല, ജനങ്ങൾ വളരെ കുറവാണ് ഇവിടെ. ഇപ്പോൾ ഒരുപാട് പേര് വീണ്ടും ഇവിടുന്ന് വിട്ടു പോകുന്നുണ്ട്. കാരണം കുറേ പ്രൊജക്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം തീർന്നു. അൽക്കോർ ദോഹയിൽ നിന്നും കുറച്ചധികം ദൂരം മാറിയാണ്, വടക്ക് മാറി. അധികം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, ഒരു 60 കിലോമീറ്റർ അടുത്ത് ഉള്ളൂ. പക്ഷെ ആളുകൾ ഇവിടെ ഒന്നും താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെല്ലാം ഈ ഭാഗത്ത് വർക്ക് ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ആർലെക്സ്, റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അവരുടെ ഫാമിലിയും അവരെ ചുറ്റുപറ്റിയൊക്കെയാണ് ഇവിടുത്തെ ബിസിനസ്സൊക്കെ പോകുന്നത്. ഇപ്പോൾ നിലവിൽ ബിസിനസ്സൊക്കെ കുറവാണ് ഇവിടെ, കാരണം ഒരുപാട് ഫാമിലി തിരിച്ചുപോയി. ഇപ്പോൾ 1-2 പ്രൊജക്റ്റുകൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ വർക്ക് റൺ ചെയ്യുന്നുള്ളത്. അതിലുള്ള ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. ഇവിടെയാണ് നമ്മുടെ കട ഉള്ളത്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. പാർക്ക് ചെയ്തിട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പാർക്കിംഗ് സ്ലോട്ടിലേക്ക് കയറ്റിയിടാം. ഇപ്പോഴാണ് ഓർത്തത് പെട്രോൾ കുറവാണ് വണ്ടിയിൽ. എന്നാൽ പിന്നെ പെട്രോൾ കൂടെ അടിച്ചിട്ട് പോയേക്കാം. കാരണം നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചിലപ്പോൾ പെട്രോൾ തീർന്നാൽ പ്രശ്നമാകും. അതുകൊണ്ട് പെട്രോൾ അടിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. അടുത്തൊരു പമ്പുണ്ട്, അവിടെ ചെന്ന് നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്തിട്ട് പോവാം. രാത്രിയിൽ അൽക്കോർ കാണാൻ നല്ല ഭംഗിയുണ്ട്. കോർണർ ഷോട്ടിലേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മുന്നോട്ട് പോയി യൂട്ടേൺ എടുക്കേണ്ടി വരും. ഈ ഭാഗത്ത് കുറച്ച് നല്ല ഹോട്ടലുകളുണ്ട്. നേരത്തെ ആ വണ്ടികൾ കിടന്നൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ വണ്ടികളാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനൊക്കെ വരാറുണ്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ. നെഹദി മന്തി, നല്ല മന്തി കിട്ടും അവിടെ, നല്ല മന്തി. യാത്ര ചെയ്യുന്നത് കോർണിഷ് റോഡിലൂടെയാണ്. എൻ്റെ ഇടതുവശത്താണ് കോർണിഷ്. നമുക്ക് ഇവിടുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് യൂട്ടേൺ എടുക്കേണ്ടി വരും. യൂട്ടേൺ എടുത്ത് കോർണിഷ് റോഡിലേക്ക് എത്തി. അവിടെ നിന്ന് ഫസ്റ്റ് റൗണ്ട് കിട്ടുന്ന റൈറ്റ് എടുത്ത് ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പമ്പാവും. ഭാഗത്ത് വളരെ ശ്രദ്ധിക്കണം. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി ഇവിടെ ആക്സിഡൻ്റ് ആയതാണ്. നമ്മളതിനെ യൂട്ടേൺ എടുത്തു. എൻ്റെ ഇടത് ഭാഗത്താണ്. സന്ധ്യാസമയം ആയതുകൊണ്ടും ക്ലൈമറ്റ് നല്ല സ്യൂട്ടബിൾ ആയതുകൊണ്ടും ഇപ്പോൾ ഒരുപാട് ആളുകളിവിടെ വരുന്നുണ്ട്. ഒരു സൈഡിൽ മുഴുവൻ നിങ്ങൾക്ക് വാഹനങ്ങൾ കാണാം. ആൽക്കോറിലുള്ള ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങൾ ചെലവിടാനെത്തുന്ന ഒരു സ്ഥലമാണ് അൽക്കോർ കോർണിഷ്. ഒരു ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ ഒരു അൽക്കോർ കോർണിഷ് ഇവിടെ ഉള്ളത്. അവിടെ ഒരു വാക്ക് വേ ഉണ്ട്, ഒരു പാർക്ക് പോലെയുള്ള സെറ്റപ്പുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്.
അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർ അവിടെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പ്രമനയോടിലൂടെ ഒരു ചെറിയ നടത്തം, ഒരു ചെറിയ പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ മിക്കവാറും ഫാമിലീസ് ഇവിടെ ഒത്തുകൂടാറുണ്ട്. നമ്മളങ്ങനെ റൗണ്ട് ബോട്ടിലോട്ട് എത്തി. ഇവിടെ നിന്നും റൈറ്റ് ഒരു 1.5-2 കിലോമീറ്റർ. അതിനുശേഷം ഒരു റൗണ്ട് ബോട്ടിലേക്ക് എത്തും. അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് റൈറ്റാണ് നമ്മുടെ പമ്പ്. പിന്നെ നമ്മൾ പമ്പിലേക്ക് എത്തിയാണ്. നമ്മുടെ പമ്പിലോട്ട് ഇവിടെ അടുത്താണ് പമ്പ്. ഞാൻ പറഞ്ഞല്ലോ 2 കിലോമീറ്റർ ഉള്ളൂ ആകെ അവിടെ നിന്ന്. ജെട്ടൂറിൻ്റെ പുതിയ മോഡൽ T1 ആണ് നേരെ ഫ്രണ്ടിൽ കിടക്കുന്നത്. ജെട്ടൂറിൻ്റെ വാഹനങ്ങൾ ഒരുപാട് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയുള്ള അറബ്സ് എല്ലാം അവർ ജെട്ടൂർ അവർക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഒരു അഡീഷണൽ വണ്ടിയായിട്ട് വാങ്ങാറുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ അറബ്സുകളാണ് ജെട്ടൂർ വാങ്ങുന്നത്. ജെട്ടൂറിൻ്റെ പല മോഡലുകളുണ്ട് ഇവിടെ, എല്ലാം നല്ല സെയിലാണ്. റീസണബിൾ ആണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പ്രൈസ് താരതമ്യേന വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ജെട്ടൂർ T2 1,20,000 റിയാലിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 1,20,000 1,25 ആ റേഞ്ചിൽ കിട്ടും. അതിന് 2 മോഡലുണ്ട്. മറ്റേ മോഡൽ 1,40,000 ആണെന്നാണ് തോന്നുന്നത്. ഇത് T1 ആണ്. ഇതിന് എനിക്ക് തോന്നുന്നത് 1,00,000 റിയാലാണെന്ന് തോന്നുന്നു. പക്ഷെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സിൻ്റെ കളിയാണ്. ഇഷ്ടം പോലെ ഫീച്ചേഴ്സ്, ഭയങ്കര ലക്ഷൂറിയസ് ആണ്. അങ്ങനെ പെട്രോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 ടൈപ്പ് പെട്രോളാണുള്ളത്. ആദി അഥവാ നോർമൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പെട്രോള്, പിന്നൊന്ന് സൂപ്പർ അല്ലെങ്കിൽ പ്രീമിയം. രണ്ടിൻ്റെയും പ്രൈസ് തമ്മിൽ 10 ഫിൽസിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. അല്ലെങ്കിൽ 10 ദിർഹംസിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. ദിർഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ദിർഹം എന്ന് പറയുന്നത് നമ്മുടെ പൈസയാണ്. 100 ദിർഹമാണ് ഇവിടുത്തെ 1 റിയാൽ. അപ്പോൾ റിയാൽ എന്ന് പറയുമ്പോൾ രൂപയും ദിർഹം എന്ന് പറയുമ്പോൾ പൈസയും. 1 ലിറ്റർ പെട്രോളിന്, നോർമൽ പെട്രോളിന് 1 റിയാൽ 90 ദിർഹമാണ് വില. സൂപ്പറിനാണെങ്കിൽ അത് 2 റിയാൽ. അപ്പോൾ 10 പൈസയുടെ ഡിഫറൻസ് ആണ് തമ്മിലുള്ളത്. 10 ദിർഹം. ഞാനിപ്പോൾ 35 ലിറ്ററാണ് അടിച്ചത് പെട്രോൾ. ഏകദേശം എനിക്ക് 70 റിയാലിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഇതിന് 5 മോഡാണുള്ളത്. ക്രെറ്റയുടെ ടോപ്പ് എൻഡ് വേർഷനാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഏറ്റവും ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നത് എക്കോ മോഡലാണ്. എക്കോ മോഡൽ എനിക്ക് 13 കിലോമീറ്റർ ഒക്കെ കിട്ടുന്നുണ്ട് 1 ലിറ്ററിന്. അത് ലോങ് ഡ്രൈവിലാണെങ്കിൽ 13 എന്നുള്ള 14-15 ഒക്കെ ആവും. പക്ഷേ നോർമൽ ഡ്രൈവ് ആണെങ്കിൽ ഒരു 12-13 ആവറേജ് കിട്ടുന്നു. അത് അത്യാവശ്യം നല്ല മൈലേജ്. നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഗ്രീൻ പെഡസ്ട്രിയൻ സിഗ്നൽ ഉണ്ടല്ലോ, ഇവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു. ഈ സിഗ്നൽ കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും, ഓണാകും, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ്റെ ഫ്രണ്ടിൽ പോയൊരു വണ്ടിക്കാരൻ അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് ചവിട്ടി നിർത്തി. ഇവനും ചവിട്ടി നിർത്തി എങ്ങനെയൊക്കെയോ. പക്ഷേ ഇവൻ്റെ പുറകിൽ വന്ന ഒരു വണ്ടിക്ക് ചവിട്ടി നിർത്താൻ പറ്റിയില്ല. അത് വന്ന് അവൻ്റെ വണ്ടിയിൽ ഇടിക്കുകയും
അവൻ്റെ വണ്ടി ഫ്രണ്ടിലുള്ള വണ്ടിയിൽ ഇടിക്കുകയും ചെയ്തു. അങ്ങനെ ശരിക്കും ഒരു 3 വണ്ടികൾ ഒരുമിച്ചാണ് അവിടെ ആക്സിഡന്റ് ആയത്. ആൾക്കൊന്നും പറ്റിയില്ല, പക്ഷെ വണ്ടിക്ക് നല്ല പണിയുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും ഒക്കെ മുഴുവൻ തകർന്നിട്ടുണ്ട്. ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പക്ഷെ ആക്സിഡന്റ് ആയാൽ ആൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല, വേറെ സീനൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ഉടനെ തല്ലും പിടിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഉടനെ തന്നെ പോലീസിനെ വിളിക്കുന്നു. പോലീസിനെ വിളിച്ചാൽ പോലീസ് അപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യും. ആൻസർ ചെയ്തിട്ട് ആദ്യം നിങ്ങളോട് ചോദിക്കുക, ആർ യു ഓക്കെ? അവരാദ്യം ചോദിക്കുക നിങ്ങൾക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടോ, മെഡിക്കൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ടോ, ആംബുലൻസ് അയക്കണോ, ഫയർഫോഴ്സിൻ്റെ ആവശ്യമുണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. നമുക്കത് ആവശ്യമില്ല എന്നാണ് നമ്മുടെ ആൻസർ എങ്കിൽ അവർ പിന്നെ നമ്മളോട് പറയും എത്രയും പെട്ടെന്ന് വണ്ടി അവിടെ നിന്ന് മാറ്റിയിടാൻ പറ്റുന്നെങ്കിൽ മാറ്റിയിടുക. റിക്കവറി വാൻ വേണോ എന്നും കൂടി ചോദിക്കും. കാരണം വണ്ടി ഇടിച്ച് കുറച്ച് നശിച്ചു പോയെങ്കിൽ റിക്കവറി വാൻ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് വണ്ടി അവിടെ നിന്ന് മാറ്റിയിടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. വണ്ടി ഓടുന്ന കണ്ടീഷനിലാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ആക്സിഡൻറ്റ് സ്പോട്ടിൽ നിന്ന് 2 വണ്ടികളുടെയും എല്ലാ 360 ഡിഗ്രി ആംഗിളിലുള്ള ഫോട്ടോഗ്രാഫ് എടുത്തതിന് ശേഷം നിങ്ങൾ ആ വണ്ടി അവിടെ നിന്ന് റോഡിൽ നിന്ന് മാറ്റിയിടണം. അതാണ് അവർ ആദ്യം പറയും. അപ്പോൾ തന്നെ നമുക്ക് മെസ്സേജും വരും. വണ്ടി റോഡിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ അവിടെ ബഹളം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുകയോ ട്രാഫിക് പ്രശ്നം വരികയോ ട്രാഫിക് ജാം ആവുകയോ ചെയ്താൽ 1 മണിക്കൂറിന് 1000 റിയാൽ വെച്ച് ഫൈൻ കൊടുക്കും. ആ മെസ്സേജ് നമുക്ക് ഉടനെ തന്നെ വരും, നമ്മുടെ മൊബൈലിലോട്ട് മെസ്സേജ് വരും. പിന്നെ ഇവിടെ മെട്രാസ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾ വണ്ടിയുടെ വിശദാംശങ്ങൾ കൊടുക്കുക, ഫോട്ടോഗ്രാഫ് ആഡ് ചെയ്യുക, റെസ്പോൺസിബിൾ പേഴ്സൺ ആരാണ്, അഫക്റ്റഡ് പേഴ്സൺ ആരാണ്, ഇത് രണ്ടും ആഡ് ചെയ്യാൻ പറയും. ഈ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകേണ്ടി വരും. അവർ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞാൽ. ഇല്ല എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോൾ ഈ മെട്രാസിൽ നിന്ന് തന്നെ നമുക്കൊരു ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഫയൽ ഡൗൺലോഡ് എടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഗ്യാരേജിൽ ആ ഫയൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ, ആ ഒരു പേപ്പർ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി റിപ്പയർ ചെയ്തെടുക്കാം. ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ ആ സമയത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ഫയലുണ്ട്, അതുകൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടായാലും ഈച്ച് ആൻഡ് എവറി ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആക്സിഡൻറ്റുകൾ ഇല്ല. എത്രയും പെട്ടെന്ന് നമുക്ക് അസിസ്റ്റൻസ് കിട്ടും. എന്തായാലും നമ്മളിപ്പോൾ വീടെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി സർവീസ് ചെയ്ത് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ബാക്കി നാളെ.